അക്ഷരങ്ങൾക്കാദ്യം ശബ്ദം കൊടുത്തത് എൻ്റെ അപ്പച്ചൻ്റെ ശബ്ദമായിരുന്നു. വരയിട്ട അക്ഷരങ്ങൾക്കിടയിൽ സ്നേഹം നിറച്ച് വായിക്കണമെന്ന് പറഞ്ഞിരുന്ന ആ കൈകൾ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ദൂരെ നിന്നും കേൾക്കുന്ന പത്രക്കാരൻ ജോയിച്ചേട്ടൻ്റെ ബൈക്കിൻ്റെ ഓണടി അതൊരു ശബ്ദമല്ല, ബാലരമയും കളിക്കുടുക്കിയും വരുന്നു എന്ന സന്തോഷ വാർത്തയായിരുന്നു. അത് പിടിക്കാൻ അനിയനും ഞാനും ഓടിയ ആ ഉത്സാഹം, ഒടുവിൽ ഒരുമിച്ച് വായിച്ച സന്ധ്യകൾ എല്ലാം ഓർമ്മകൾ മാത്രം. സ്കൂൾ വാതിൽ തുറന്നപ്പോൾ വായനയ്ക്ക് പുതിയ നിറം കിട്ടി. സിസ്റ്റർ ലതയുടെ സൗമ്യമായ ശബ്ദത്തിൽ മലയാളം ഒരു പാഠമല്ലാതെ ഒരു സ്നേഹമായി. രമാദേവി ടീച്ചറുടെ വാക്കുകളിൽ ഭാഷയ്ക്ക് ആഴമുണ്ടെന്ന് ഞാൻ പഠിച്ചു. അവരുടെ ക്ലാസ്സുകളിൽ മലയാളം എനിക്കൊരു വിഷയമായിരുന്നില്ല, എൻ്റെ ഉള്ളിലേക്ക് വഴി തുറന്ന ഒരു ലോകമായിരുന്നു. അതുകൊണ്ടാവാം +2-ന് രണ്ടാം സബ്ജക്റ്റ് ഏതെന്ന ചോദ്യത്തിന് മലയാളം ഞാൻ തിരഞ്ഞെടുത്തത്. അതൊരു തീരുമാനമല്ല, ഒരു സ്നേഹസമ്മതമാണ്. കാലം മുന്നോട്ട് പോയപ്പോൾ കഥകൾ നോവലുകളായി. ബഷീറിൻ്റെ ചിരിയും കുഞ്ഞുണ്ണി മാഷിൻ്റെ നിഷ്കളങ്കതയും സുഗതകുമാരിയുടെ നിശബ്ദ വേദനയും കമലസൂര്യയുടെ തീപ്പൊരി വാക്കുകളും എന്നെ ഞാനാക്കി. പിന്നീട് വായന സ്ക്രീനിലൂടെ ഒഴുകി, മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് യാത്രയായി. എന്നാൽ ഇന്നും ഒരേ ഒരു പുസ്തകം കയ്യിൽ വന്നാൽ അത് അകത്ത് ഒരു കുട്ടി ഉണരും. ഹോണടി കേട്ട് ഓടി വരുന്ന ആ പഴയ ഞാൻ. ഭാഷ ഏതായാലും ഒരു പുസ്തകം ഞാൻ തലോടാതെ വിടില്ല. കാരണം വായന എൻ്റെ ബാല്യവും ഗുരുക്കന്മാരും എൻ്റെ ജീവിതവും ഒന്നായി ചേർന്ന ഒരു ഓർമ്മയാണ്.